ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഓട്ടപ്പാച്ചിലാണേ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്ന ചെറിയൊരു വ്ളോഗ് ഇട്ടാലോ എന്ന്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അങ്ങ് ചെയ്ത് കളയാം. കാരണം രാവിലെ മിക്ക വീടുകളിലും ഓട്ടപ്പാച്ചിലാണല്ലോ, സ്കൂളിൽ മക്കളെ പറഞ്ഞു വിടുന്നതിൻ്റെയൊക്കെ ആ ഒരു തിരക്ക്. അപ്പോൾ ഇന്ന് എനിക്കും നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ അങ്ങ് ഇട്ട് കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മോൾക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കറിയും ഫ്രൈയും ഒക്കെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഇഡ്ഡലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. ഉച്ചത്തേക്കുള്ള മോൾക്ക് വേണ്ടിയിട്ട് കൊഞ്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കടുക് വറുക്കാത്ത സാമ്പാർ ഇക്കൊക്കെയാണ്. അപ്പോൾ ഇതാ കണവ റോസ്റ്റും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്ന മോൾക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ ഇതാ മോൾ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അവൾക്ക് ഇന്ന് ചോറ് വേണ്ട, ഇഡ്ഡലി മതി. ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണെന്ന് കേട്ടപ്പോൾ അവൾക്ക് ഇഡ്ഡലി സാമ്പാർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 3 ഇഡ്ഡലി വെക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ അവൾ ഒരു 3 എണ്ണമൊക്കെ കഴിച്ചോളും. അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെ ആക്കിയതാണ് കൊഞ്ച് ഫ്രൈ. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് കുറച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും കൂടെ കഴിക്കട്ടെ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് സാമ്പാർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഷ്ണമൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് ചാറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇന്ന് കഴിച്ചോളും, കാരണം ഇഷ്ടമുള്ള ആഹാരമാണ്. പിന്നെ നമുക്ക് സ്നാക്സിന് ഇതുപോലുള്ള 2 കേക്കാണ് കേട്ടോ. ഈ 2 കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ കവറിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം കേക്ക് മാത്രമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കെട്ടി നമുക്ക് ലഞ്ച് ബാഗിനകത്തോട്ടേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ടവലിൽ കെട്ടി തന്നെ കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം കെട്ടി നമ്മൾ ലഞ്ച് ബാഗിനകത്തോട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ എല്ലാം മോക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഞ്ച് ബാഗും സ്കൂൾ ബാഗും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോളെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ മോക്കിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റെഡിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ റെഡി ആയതിന് ശേഷം അവളെയും കൊണ്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കയാണേ. അപ്പോൾ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടേ മോള്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണേ പോകുന്നത്. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, എന്നാലും സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ റോഡിലോട്ട് എടുക്കുകയാണേ. അപ്പോൾ എന്തായാലും കൊണ്ടാക്കിയിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂട്ടിക്ക് എടുത്ത് ഇറങ്ങുന്നുണ്ടേ. അപ്പോൾ മോള് കയറിയിട്ടുണ്ട്. വാപ്പാക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ പോയിട്ട് വരാമേ. അപ്പോൾ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. രാവിലെ കാപ്പി ആക്കിയെങ്കിലും എനിക്ക് ചോറാണ് രാവിലെ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.